കായംകുളം കനകക്കുന്നിൽ വയോധികയെ കൊലപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെ. കൊല്ലപ്പെട്ട തങ്കമ്മയുടെ അയൽവാസിയും ബന്ധുവുമായ രാജേഷുമായി പ്രതി പ്രകാശൻ സൗഹൃദം സ്ഥാപിച്ചതും തങ്കമ്മയെ നിരീക്ഷിക്കാനായിരുന്നുവെന്നാണ് സൂചന. കായംകുളം കായലിന്റെ പടിഞ്ഞാറേക്കരയിൽ കള്ളിക്കാട് സ്വദേശിയായിരുന്ന പ്രകാശൻ 2 വർഷം മുമ്പാണ് കിഴക്കേക്കരയിലുള്ള കനകക്കുന്നിൽ താമസത്തിനെത്തിയത്. പ്രകാശന്റെ വീടിന് 500 മീറ്ററോളം മാറി ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് കൊല്ലപ്പെട്ട തങ്കമ്മ താമസിച്ചിരുന്നത്. എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു നടക്കാറുള്ള തങ്കമ്മയിൽ നിന്ന് സ്വർണം കവരാൻ ഏറെ സാമ്പത്തിക ബാധ്യതകളുള്ള പ്രകാശൻ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു. തങ്കമ്മയെ നിരീക്ഷിക്കാനും അവരുമായി പരിചയം സ്ഥാപിക്കാനുമായി തങ്കമ്മയുടെ ബന്ധുവും അയൽവാസിയുമായ രാജേഷുമായി പ്രകാശൻ അടുത്തിടെ കൂടുതൽ അടുപ്പം സ്ഥാപിച്ചിരുന്നു. പിന്നീട് പ്രകാശൻ തന്ത്രപൂർവ്വം ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതിലും എന്നെ പോലീസ് കൊണ്ടുപോയി കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു 2-3 ദിവസം. ആ സമയത്ത് ഈ പ്രതിയെ പിടിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ കേസ് എൻ്റെ ഇതിൽ നിന്നും പോയി. ഞാൻ പ്രതിയല്ലെന്ന് മനസ്സിലായി, ഞാൻ സത്യസന്ധനാണെന്ന് മനസ്സിലായി. അവർ എന്നെ അതിൽ നിന്ന് മുക്തനാക്കി. അതിലെനിക്ക് വളരെ സന്തോഷം. പ്രകാശ് ഈ അടുത്തിടയിൽ ഞാൻ സുഖമായിട്ട് എനിക്കൊരു അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടിലിരിക്കുക. ആ സമയത്ത് എന്നെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ വന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് എൻ്റെ അമ്മാവിയാണ് ഈ മരിച്ചത്. ആ പോകുന്ന വഴിക്ക് അവരുമായിട്ട് സ്ഥിരം നിന്ന് കാര്യം പറയുകയും വർത്തമാനം പറയുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അതാ ചിന്തിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ബന്ധം പുലർത്തി ഇങ്ങോട്ട് വന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്. തങ്കമ്മയുടെ ബന്ധുവായ രാജേഷ് അടക്കം നിരവധി പേരാണ് കേസിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നാട്ടുകാരെല്ലാവരും പ്രകാശനാകും കൊലപാതകിയെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് ഇത് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. നാട്ടിലൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അല്ല ഈ ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്യുന്നുള്ള ഒരു ഇത് വന്നിട്ട് സംശയത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. പക്ഷേ ചിലരെ കൊണ്ടുപോവുകയും ചെയ്തു, ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അവരൊക്കെ നിരപരാധിയാണെന്ന് അറിഞ്ഞ് പോലീസ് തിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ കൃത്യമായി പോലീസ് പ്രതിയെടുത്ത് ചെല്ലുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും വലിയ ക്രൂരത അമ്മയോട് ചെയ്ത് ഇവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ നിയമ നടപടിയിലൂടെ മേടിച്ചു കൊടുക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പ്രകാശനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അമർഷം അണപൊട്ടിയ നാട്ടുകാർ ഉച്ചത്തിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. യഥാർത്ഥ പ്രതിയെ വേഗത്തിൽ തന്നെ കണ്ടെത്തിയത് നാട്ടുകാർക്കും സംശയനിഴലിലുണ്ടായിരുന്ന പ്രദേശവാസികളായ ചെറുപ്പക്കാർക്കും ഏറെ ആശ്വാസമായി. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.